ഹായ് എവരിവൺ, വെൽക്കം ടു ചാനൽ സ്വാസ്ഥ ഫുഡ്സ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കിണ്ണത്തപ്പമാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന എന്നാൽ വളരെ ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടുമുള്ളൊരു ഡിഷാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പം ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയാണ്, ഫൈനായിട്ടുള്ള അരിപ്പൊടിയാണ്. ഇനി ഇതിൻ്റെ അകത്തിലോട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ എടുത്തേക്കുന്നത് ഒരു 1/4 കപ്പും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടാണ്. ഇനി ഇതിൻ്റെ അകത്തിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്. ഇനി എടുത്തേക്കുന്നത് തേങ്ങാപ്പാലാണ്. ഇത് 1 കപ്പ് തേങ്ങാപ്പാലുണ്ട്. ഒരു തേങ്ങയുടെ പകുതി പിഴിഞ്ഞിട്ട് പാലെടുത്തതാണ്. ഇനി ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പം കുറച്ച് കുറുകിയിരിക്കുകയാണ്, അതുകൊണ്ട് ഇതിനകത്തിലോട്ട് ചെറിയ ചൂടുവെള്ളം കുറച്ചൊഴിക്കുന്നുണ്ട്. ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇതിനകത്തിൽ 1 നുള്ളി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. മിക്സിയിൽ അടിച്ചെടുത്ത മാവിനെ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം മാവ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ കറക്റ്റ് പരുവെന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അകത്തിലോട്ട് 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഒരു പ്ലേറ്റ് എടുക്കുക. ഒരു പ്ലേറ്റിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഗീ ഒന്ന് തടവി കൊടുക്കാം. കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തട്ട് വെച്ച് കൊടുക്കാം. ഇപ്പം വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചേക്കുന്ന പ്ലേറ്റ് വെക്കുക. ഇനി മാവ് ഒഴിച്ചു കൊടുക്കാം. വളരെ കനം കുറച്ചാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇത് അടച്ചു വെക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റോളം ആറായിട്ടുണ്ട്. അപ്പോൾ ഇനി ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ഇത് അടുക്കൊന്ന് കുത്തി നോക്കുക. നല്ലോണം കുക്കായിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. കിണ്ണത്തപ്പട റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണം. തണുത്ത് കഴിയുമ്പോൾ മുറിച്ച് നോക്കാം. അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് മുറിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കാണാൻ ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.